നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു 2 കുരുടർക്ക് സൗഖ്യം നൽകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. പിന്നെ യേശു, നോക്കുവീൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവന്റെ സ്തുതിയെ പരത്തി. കുഷ്ഠരോഗികളായ 2 പേര് ഭിക്ഷക്കാരായിരിക്കാം. കാരണം വേദപുസ്തകത്തിൽ കാണുന്ന മിക്ക കുരുടന്മാരും ഭിക്ഷക്കാരായിരുന്നു. കാരണം അവർക്ക് ഒരു ജോലി എടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരെ ബന്ധുക്കൾ തെരുവിൽ കൊണ്ട് ഇരുത്തുകയും അവരവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയും ചെയ്യും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് അതുവഴി യാത്ര ചെയ്യുകയും പലരും രോഗസൗഖ്യം പ്രാപിക്കുകയും ചെയ്ത കാര്യം അവർ കേട്ടറിഞ്ഞു. അവർ യഹൂദന്മാരാണ്. അവര് ബാല്യപ്രായത്തിൽ വീട്ടിൽ വെച്ച് അവർ കേട്ടിട്ടുണ്ട്, ദാവീദ് വംശത്തിൽ ദൈവം ക്രിസ്തുവായി മനുഷ്യാവതാരം ചെയ്യും. അന്ന് കുരുടന്റെ കണ്ണ് തുറക്കും, ചെകിടന്റെ ചെവി തുറക്കും, ഊമന്റെ നാവ് തുറക്കും, മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും എന്നൊക്കെയുള്ള വാക്യങ്ങൾ യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിലും 35-ാം അധ്യായത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവം മനുഷ്യനാകുന്ന കാലത്ത് നിങ്ങൾക്ക് കാഴ്ച ലഭിക്കും. ദാവീദിന്റെ വംശത്തിൽ ദൈവം മനുഷ്യാവതാരം ചെയ്യുന്ന ഒരു കാലമുണ്ടാകും, അന്ന് നിങ്ങൾക്ക് കാഴ്ച ലഭിക്കും എന്ന് മാതാപിതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് യെശയ്യാപ്രവചന വായനയിൽ നിന്ന്, അത് കേട്ടതിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്നു, പക്ഷവാത രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, വിവിധ തരത്തിലുള്ള രോഗികൾക്ക്, ഭൂതഗ്രസ്തർക്കുൾപ്പെടെ, രക്തസ്രവക്കാർക്കുൾപ്പെടെ സൗഖ്യം നൽകുന്നു. എന്തിന് മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ള, യെശയ്യാപ്രവചനത്തിൽ എഴുതിയിട്ടുള്ള മശിഹ തന്നെയാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. അതുകൊണ്ട് അവര് യേശു കടന്നു പോകുന്നത് കേട്ടിട്ട് അവര് വിളിച്ചത് യേശുവെ എന്നല്ല, ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്നാണ്. അങ്ങനെ അവർ പറയാൻ കാരണം, ദാവീദിന്റെ വംശത്തിൽ മനുഷ്യനായി തീർന്ന ദൈവമാണ് യേശു. അതുകൊണ്ട് ആ യേശുവിന് കരുണ തോന്നിയാൽ ആ യേശുവിന് ഞങ്ങൾക്ക് കാഴ്ച നൽകാനായിട്ട് കഴിയും എന്നവര് നേരത്തെ പറഞ്ഞൊത്തിരുന്നു. അതവര് യേശു അടുത്തു വന്നപ്പോൾ പറയുകയാണ്. സാധാരണ യേശു ക്ഷണത്തിൽ ആ കേസ് അറ്റൻഡ് ചെയ്ത് അവരോട് സംസാരിച്ച് സൗഖ്യമാക്കുകയാണ് പതിവ്. പക്ഷെ യേശു ഒന്നും പറഞ്ഞില്ല. യേശു വീട്ടിലേക്ക് പോയി. കഫർന്നഹൂമിലെ വീട്ടിലാണ് യേശു താമസിക്കുന്നത്. യേശു വീട്ടിലെത്തിയപ്പോൾ ഈ കുരുടന്മാർ പുറകെ വന്നു. അപ്പോൾ യേശു ചോദിച്ചു, ഇത് ചെയ്തു തരുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആരെങ്കിലും വിളിക്കുന്നത് കേട്ട് ദാവീദ് പുത്ര എന്ന് വിളിച്ചതാണോ എന്നറിയാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ചോദ്യം. എനിക്ക് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദ്യം. അവർ പറഞ്ഞു, ഉവ്വ്. കാരണം കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാൻ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകാൻ, സംസാരശേഷി ഇല്ലാത്തവർക്ക് സംസാരശേഷി നൽകാൻ
മനുഷ്യനായി ദൈവം വരും എന്ന് പഴയ നിയമത്തിലുണ്ട്, അതാണ് നീ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. യേശുവിന് വളരെ സന്തോഷമായി. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. യേശു അവരെ തൊട്ടിട്ടാണ് പറഞ്ഞത്. ഭിക്ഷക്കാരായ ആളുകളെ, വൃത്തിഹീനരായ ആളുകളെ തൊടുവാൻ, അവരോട് ഏകീഭവിക്കാൻ, അവരെ സ്നേഹിക്കാൻ യേശു തയ്യാറായി. ക്ഷണത്തിൽ അവരുടെ കണ്ണു തുറന്നു, അവർക്ക് സൗഖ്യമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ശരിയാണോ? യേശു ദൈവം മനുഷ്യനായതാണോ? മനുഷ്യനെ ആത്മീയമായി ഉദ്ധരിക്കാൻ, പാപമോചനം നൽകാൻ, അതുപോലെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ മനുഷ്യനായവൻ തന്നെയാണോ? ആണ് യേശു എന്ന് യഥാർത്ഥമായി വിശ്വസിക്കുന്നുവോ എന്ന് യേശു പരീക്ഷിക്കും. ആ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കൂ. യേശു യെരുശലേമിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് പലരും വിശ്വസിച്ചെങ്കിലും യേശു വിശ്വസിച്ചില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ അവന് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെ സാക്ഷി ആവശ്യമായിരുന്നില്ല. യേശുവിന് രോഗസൗഖ്യം നൽകാൻ കഴിയും എന്ന് മാത്രമല്ല വിശ്വസിക്കേണ്ടത്. രോഗസൗഖ്യം നൽകാൻ കഴിയുന്ന ഒരാൾ, അതുകൊണ്ട് കാര്യമില്ല. യെരുശലേമിൽ കുറെ ആളുകൾ അങ്ങനെയാണ് യേശുവിനെ വിശ്വസിച്ചത്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ അതുണ്ട്. പക്ഷെ യേശു അവരെ വിശ്വസിച്ചില്ല. എന്നാൽ ഇവരങ്ങനെയല്ല. യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്, ദൈവപുത്രനായ ക്രിസ്തുവാണ്, പ്രവചനപ്രകാരം ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് അവര് സഹായാഭ്യർത്ഥനയുമായിട്ട് വന്നത്. ക്ഷണത്തിൽ അവർക്ക് സൗഖ്യമുണ്ടായി. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇക്കാര്യം ആരോടും പറയരുത്. കർശനമായിട്ട് അവരോട് പറഞ്ഞു. കാരണം രോഗികളെ കൊണ്ട് നിറയും, സകല രോഗികളും വരും. യേശു വന്നത് ആളുകൾക്ക് രോഗസൗഖ്യം നൽകാനല്ല. ദൈവം മനുഷ്യനാകുമ്പോൾ രോഗസൗഖ്യം നൽകുമെന്നുള്ളത് ശരി, അത് താൻ ദൈവമാണെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. യോഹന്നാൻ സ്നാപകനോട് യേശു പറഞ്ഞയച്ചു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യനാകുമ്പോൾ ഇതൊക്കെ ചെയ്യും എന്ന് പഴയ നിയമത്തിലുണ്ട്. അത് യോഹന്നാനോട് പോയി പറയാനാണ് യേശു പറഞ്ഞത്. ഇവരങ്ങനെ വിശ്വസിച്ചു, സൗഖ്യമായി. യേശു പറഞ്ഞു, നിങ്ങൾ ഇതാരോടും പറയണ്ട, കാരണം പറഞ്ഞാൽ രോഗികളെല്ലാം വരും. ആളുകൾക്ക് രോഗസൗഖ്യം നൽകുക, രോഗസൗഖ്യം ഉണ്ടാകുക എന്നുള്ളതല്ല വലിയത്. നരകത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകണം, പാപമോചനം ഉണ്ടാകണം, ആളുകൾക്ക് ദൈവത്തെ കിട്ടണം, സത്യദൈവം ആരാണ് എന്നുള്ള പരിജ്ഞാനം അവർക്കുണ്ടാകണം, അവർ രക്ഷിക്കപ്പെടണം. ഇതിനാണ് യേശു വന്നത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടെന്നാണ് അവരോട് പറഞ്ഞത്, അല്ലാതെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് എന്നല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദയവായിട്ട് ആരോടും പറയരുത്. പക്ഷേ അവർക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. അവര് കർത്താവ് നൽകിയ ആ രോഗസൗഖ്യം, യേശു ദൈവമാണെന്നുള്ള കാര്യം അവരോട് നടന്ന് സകലരോടും പറഞ്ഞു. പണ്ട് അവർക്ക് ഭിക്ഷ നൽകിയ ആളുകളുമായിട്ടൊക്കെ അവർക്ക് പരിചയമുണ്ട്. സ്ഥിരം ഭിക്ഷ കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അവരോടെല്ലാം പറഞ്ഞു, സത്യദൈവം മനുഷ്യനായിരിക്കുന്നു, അത് വേറെ ആരുമല്ല, യേശുവാണ്, ദാവീദ് പുത്രൻ യേശുവാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ അറിയണം, യേശുവിന്റെ അടുക്കൽ വരണം എന്ന് അവര് കേവലം രോഗികളോട് മാത്രമല്ല, കുരുടന്മാരോട് മാത്രമല്ല, ദേശത്തിലുള്ള എല്ലാവരോടും അവർ പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച, പാപമോചനം പ്രാപിച്ച ആളുകൾക്ക് യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച്, രക്ഷിതാവിനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കയില്ല. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ കുഷ്ഠരോഗികൾ എന്തെങ്കിലും വിശ്വസിച്ചു, അതുകൊണ്ടല്ല അവർക്ക് സൗഖ്യം ഉണ്ടായത്. ഇതൊക്കെ വായിച്ചിട്ട് ചില ആളുകൾ പറയുന്നത് അവനൊരു വിശ്വാസം അവനൊരു രക്ഷിക്കും, നിങ്ങൾ എന്തെങ്കിലും വിശ്വസിച്ചാൽ മതി. അല്ല, ദൈവം മനുഷ്യനായതാണ് യേശു. അതാണ് അവർ വിശ്വസിച്ചത്, അതാണ് അവർ രക്ഷിച്ചത്. സൃഷ്ടാവായ, രക്ഷിതാവായ, പരിപാലകനായ, ന്യായാധിപനായ ദൈവം മനുഷ്യനായതാണ് കർത്താവായ യേശു. ആ യേശുവിൻ്റെ ശിഷ്യരാകാൻ, യേശുവിനെ അനുഗമിച്ച് ആരാധിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.